ദൈവത്തിനുണ്ടായ ഈശോയുടെ തിരുജനനത്തിൻ്റെ ഓർമ്മ അനുസ്മരിക്കുകയും ആഘോഷിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന പുണ്യമാസം ഡിസംബർ. ഈശോയുടെ തിരുജനനത്തോട് ബന്ധപ്പെട്ട് നാം ആനുപാതികമായി ഓർക്കുന്ന നാമപദമാണ് സത്രം. സത്രം എന്ന പദം കേൾക്കുമ്പോഴേ നമ്മൾ പലരുടെയും മനസ്സിൽ ഈശോയ്ക്ക് ജനിക്കാൻ ഇടം കൊടുക്കാത്ത സ്ഥലം എന്ന വിശേഷണമാണ് തെളിഞ്ഞു വരിക. എന്നാൽ പണ്ട് കാലത്ത് സത്രങ്ങൾക്ക് വഴിയമ്പലം എന്ന പേര് കൂടി ഉണ്ടായിരുന്നു. ക്ഷീണിച്ചവശരായ പഥികർക്ക് നവോന്മേഷം പകർന്നു കൊടുത്ത് തുടർ യാത്രയ്ക്ക് അവരെ ഒരുക്കുന്ന ഇടമാണ് സത്രങ്ങൾ. അന്ന് ഈ വഴിയോരങ്ങളിൽ ഇത്തരം സത്രങ്ങൾ അവിടെ കാണുക സാധാരണമായിരുന്നു. ക്ഷീണിച്ചവശരായ പഥികർ ഈ സത്രങ്ങളിൽ അഭയം പ്രാപിച്ച് ആത്മീയവും ശാരീരികവും മാനസികവുമായ നവോന്മേഷം വീണ്ടെടുത്ത് തുടർയാത്ര ചെയ്തിരുന്നു. അതിനവരെ സഹായിക്കാൻ ശുശ്രൂഷകനും ദൈവപുരുഷനുമായി സത്ര ഉടമ സജീവനായി പ്രവർത്തിച്ചു. ലൂക്ക 10:34-35 ജെറിക്കോ യാത്രയിൽ മുറിവേറ്റ യാത്രക്കാരന് ശുശ്രൂഷ ഏറ്റുവാങ്ങുന്ന സത്ര ഉടമയെ നമുക്കവിടെ കാണാം. ഇന്ന് പഴയ വഴിയോര സത്രങ്ങളില്ല. 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിക്കുന്ന പുതിയ സത്രങ്ങൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. നിരാലംബന അഭയാർത്ഥിക്ക്, തുടർയാത്രയ്ക്ക്, ക്ഷീണിതനായ പഥികന് ഇവർക്കൊക്കെ അഭയം നൽകുന്ന സത്രം ഇന്നിവിടെ. ആത്മീയവും ശാരീരികവും മാനസികവുമായ നവോന്മേഷം പകർന്നു കൊടുക്കുന്ന ദൈവപുരുഷനായ സത്ര ഉടമ ആര്? ഇക്കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന ഒരു വെല്ലുവിളിയാണ് ക്ഷീണിതരായവർക്ക് അഭയം നൽകുക, തുടർയാത്രയ്ക്ക് നവോന്മേഷം നൽകുന്ന ഇടങ്ങൾ കണ്ടെത്തുക എന്നത്. ഇത്തരത്തിൽ മത്തായി 11:28-29 അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരും ക്ലേശിതരും ദുഃഖിതരുമായ എല്ലാവരെയും തൻ്റെ മക്കളിലേക്ക് ആശ്വസിപ്പിക്കാനായി വിളിക്കുന്ന ഈശോയെ നാം കാണുന്നു. ഈശോയുടെ തുടർച്ചയായ സഭ ഞാനും നീയും ഈ ദൗത്യം ഏറ്റെടുത്തേ പറ്റൂ. സഭ തൻ്റെ മക്കളിലൂടെ തളർന്നവശരായവർക്ക്, തുടർയാത്രയിൽ മടുപ്പ് തോന്നുന്നവർക്ക് നവോന്മേഷം പകർന്നു കൊടുക്കാനായി തൻ്റെ മക്കളായ നമ്മളിലൂടെ അഭയം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. സഭയുടെ നമ്മുടെ വലിയ ദൗത്യം ഈ സുവിശേഷ കൈമാറ്റമാണ്. ലോകാവസാനം വരെ തുടർന്നു പോകേണ്ട ഈ സത്വാർത്തി അറിയിക്കൽ നമ്മൾ നിരന്തരം അഭംഗുരം തുടർന്നുകൊണ്ടേയിരിക്കണം. ഈ ദൗത്യമാണ് സഭയും പിതാവിൻ്റെ കുദാശയുമായ ഈശോ നമ്മിൽ വച്ചിരിക്കുന്നത്. അതിനായിട്ട് മാത്രമാണ് നാം വിളിക്കപ്പെട്ടിരിക്കുക. ഇവിടെ സഭയോട് ചേർന്ന് സഭാപ്രബോധനങ്ങൾ അനുസരിച്ച് നമ്മുടെ വിളിയുടെ ദൗത്യം നമുക്ക് ഏറ്റെടുക്കാൻ ആദ്യം തന്നെ ഞാനും നീയും സുവിശേഷമാകുക, കണ്ടുമുട്ടുന്നവർക്ക് സദ്വാർത്തയാകുക, ഇത് മാത്രമാണ് കരണീയം.